guys. Good morning, guys. Good morning. Good morning, guys. It's a bad, terrible morning, man. It's a bad morning. സോ നമ്മൾ എണീറ്റിരിക്കുകയാണ്. അപ്പം ഇന്ന് എനിക്ക് ആക്ച്വലി വർക്ക് ഉണ്ട്. അപ്പോ 1 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. ഇപ്പൊ ഒരു 10:30 പറയാം. അപ്പൊ എനിക്ക് കുറച്ച് അവരെ പറ്റേണ്ട കാര്യങ്ങളൊക്കെ നോക്കാണ്ട്. അപ്പൊ ഞാനിപ്പം അത് ചെയ്യാൻ പോവാണ്. സമയില്ല. അപ്പൊ ഇന്ന് സൺഡേ ആണ്, ഗൈസ്. എല്ലാരും ചുരുണ്ട് കൂടി കിടക്കുന്നുണ്ട്. കുഞ്ഞുദേ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ചായ കുടിക്കുന്നുണ്ട്. മെയ്ഡ് അടുക്കളയിൽ എന്തോ കുക്ക് ചെയ്യുന്നുണ്ട്. രാവിലെ ആരെ മെസ്സേജ് അയക്കണം? ഇന്നലെ ആരെ ഇന്റർവ്യൂ ചെയ്ത കുഞ്ഞു? ആരെ? എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അപ്പോൾ ഞാനിവിടെ എണീറ്റു കുളിച്ചു ആക്ച്വലി. കാരണം എനിക്കിന്ന് 1:30 ആകുമ്പോഴേക്കും ഓഫീസിലെത്തണം. എനിക്കൊരു ഷൂട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരാൾ ഇന്നലെ ഇതുണ്ടായിരുന്നു, എന്താ പറയുക, പൂജ കഴിഞ്ഞിട്ട് ഉറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പം അതിൻ്റെ ക്ലിപ്പിങ്സ് ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. എനിക്കില്ലേ ബേബി? എനിക്കില്ലേ? എപ്പോഴും എണീക്കണം? നാളെയാ? ഒരു രക്ഷയില്ല ഗൈസ്. അപ്പോൾ സാമി കടന്ന് കരഞ്ഞത് കൊണ്ട് സാമിക്ക് ഫുഡൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റൂമിൽ നിന്ന് ഇറങ്ങാം. യുനോ, ഈ കൊച്ചിയിലെ ഒരു ടീമുണ്ട്. ഓക്കെ, ഐ എം നോട്ട് സെയിങ് ദെയർ നെയിം നൗ. ഓക്കെ, അവർ ഭയങ്കര എന്താ പറയാ സ്കിൻ ക്ലിനിക് ആണ്. ഓക്കെ, ആൻഡ് അവരുടെ ഐ എം സോ ആംഗ്രി. ആൻഡ് നമ്മൾ അവർക്ക് വേണ്ടി അവരുടെ വർക്കൊക്കെ ചെയ്തു കൊടുത്തു. ഓക്കെ, ആൻഡ് പേയ്മെന്റ് ചോദിക്കുമ്പോൾ അവര് ഇങ്ങനെ ഡിലേ ചെയ്തോണ്ടിരിക്കുക, ഓരോ കാരണങ്ങൾ പറഞ്ഞിട്ട്. ആദ്യം അവർ പറഞ്ഞു 10% ഡിസ്കൗണ്ട് വേണം ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ശരി, 10% ഡിസ്കൗണ്ട് എടുത്ത് പേയ്മെന്റ് കറക്റ്റ് താ, നിങ്ങൾ ഇത്ര ഡിലേ ആക്കില്ല പേയ്മെന്റ്. ഇപ്പോ ഒരാഴ്ച കഴിഞ്ഞിട്ട് അവര് പറയാണ്, ഒരാഴ്ച കഴിഞ്ഞിട്ട് അവർ ഇന്ന് വിളിച്ചിട്ട് പറയാണ് 10% ഡിസ്കൗണ്ട് കാണിക്കുന്ന ബില്ല് ഞങ്ങൾക്ക് കിട്ടിയാലേ ഞങ്ങൾക്ക് പേയ്മെന്റ് പ്രോസസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് ഒരാഴ്ച മുമ്പ് പറഞ്ഞോടെ എനിക്ക് സാലറി കൊടുക്കണ്ടേ, എന്റെ പണിക്കാരെന്താ ഫ്രീ ആയിട്ട് വന്ന് പണി ചെയ്തു തരുമോ എനിക്ക്? ഇങ്ങനെയുള്ള ഐ ഡോണ്ട് നോ, ഇങ്ങനെയുള്ള ആൾക്കാരോട് നമ്മൾ എങ്ങനെയാണ് നമ്മൾ അവരെ കാര്യങ്ങൾ. മോർണിംഗ് മാൻ, മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഗായ്സ്. ഞാൻ ഓക്കെ പറഞ്ഞല്ലോ. എന്താ ഇവിടെ? അപ്പൊ ചേച്ചി ഒന്നും ഉണ്ടാക്കിയില്ല ഇന്ന്? എന്താ ഓക്കെ ഗൈസ്, നമ്മ ചേച്ചിനെ മാറ്റേണ്ടിയിരിക്കുന്നു. ഒരു പണ്ടാറിയില്ല വേണ്ട അല്ലേ? പുറത്ത് പറഞ്ഞേ 30. ഞാൻ 2004, 2005, 2006 അത്ര. ഞാൻ എന്റെ സ്വഭാവം കണ്ടിട്ട് പറയണതാവും. ഇവിടെ സാധാ നമ്മുടെ ബിനു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹാപ്പിയാണ്. കാരണം ബിനു എല്ലാ പണിയെടുത്ത് ചെയ്യും. ബിനുവിന് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ബിനു ആണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ലഞ്ച് ആ ചേച്ചി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലേ? ഇതെന്ത് ചായ? ഒരു വേറെ ചായ ആണോ? വൈശാഖ് കൊടുന്ന പഞ്ചസാര കഴിഞ്ഞു. വൈശാഖ് ഒരു 2 കിലോ ഇത് പാത്രം മാത്രം വെച്ചിട്ട് നമ്മൾ ആദ്യം പഞ്ചസാര അതൊന്നും കാരമലൈസ് ചെയ്യാനാ. എന്നിട്ട് പഞ്ചസാര നമ്മൾ ഉരുക്കണം. ഓ മൈ ഗോഡ്. എന്നിട്ട് അതിലേക്കാണ് വെള്ളം പാല് നമ്മൾ മിക്സ് ചെയ്യുക. ഓക്കെ, ഇത് പെട്ടെന്ന് ഇതാക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും, പാത്രം കേടാവൂല്ലേ? അത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. വെള്ളം വേണ്ട അപ്പൊ? വെള്ളം ഒഴിക്കരുത്. ഇത് എവിടെ പഠിച്ചത്? നമ്മുടെ കയ്യിൽ എന്താണ് സാധനങ്ങളൊക്കെ? സത്യം പറഞ്ഞ എവിടെ കണ്ടുപഠിച്ചതാ? ഞാനൊരു ചെയ്ത കണ്ടു, എവിടെ ഓർമ്മക്കില്ല, എവിടെ ചെയ്തിട്ടുണ്ട്. വൈശാഖ് ഇവിടെ കട്ടിങ് പരിപാടികളാണ്. നമ്മളിവിടെ ഉപ്മാവ് വാങ്ങാൻ, പക്ഷെ റവ വാങ്ങി ഉപ്മാവ് ഉണ്ടാക്കാൻ പോവാണ്. ഉരുക്കി തുടങ്ങി ഗായ്സ്, ഉരുക്കി തുടങ്ങി. വാവ്,
ചെറിയൊരു ഡാർക്ക് ആവണം കേട്ടോ. ഒരു ബ്രൗൺ കളറാണ്, ഗോൾഡൻ കളർ. നമ്മള് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിക്കണം. എത്രയും പെട്ടെന്ന് വെള്ളം ഒഴിക്കാൻ വെള്ളമില്ല. അയ്യോ, വെള്ളം എടുക്കും. പക്ഷെ വെള്ളം നിറയുന്നത് മെല്ലെയാണ് സാർ. ഞാൻ എന്ത് ചെയ്യും? അയ്യോ, എന്തൊക്കെ ഉണ്ടാവും ഈശ്വരാ. ഇല്ലില്ല, സെറ്റാവും സെറ്റാവും. എന്താ എന്തുണ്ടായേ? അതല്ല, ഞാൻ വെള്ളം ഒഴിക്കാൻ പറഞ്ഞു. വെള്ളം ഒഴിച്ച് ശരിയാവും. വെള്ളം ഒഴിച്ച് ഇനി ഒഴിക്കണോ? പിന്നെ കട്ടൻ ചായ ഇല്ല, പാച്ചായ ഒഴിക്കത്. മതി മതി മതി. മതിയാ? ബാക്കി പാല് ഒഴിക്കാം. ഓക്കെ. പാല് കട്ട് ചെയ്തിട്ട് ഞാൻ കടിച്ചു നോക്കാതെ ചെയ്യാറ്. പാലിങ്ങനെ പോവും. ഒക്കെ ഇവിടെ കളഞ്ഞിട്ട പാലി. ഇത് കഴിഞ്ഞാൽ നമ്മള് നല്ലൊരു ക്ലീനിങ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ക്ലീനിങ് ഉണ്ടായത് നല്ലത്. അതുപോലെ ചെറിയ കിച്ചണാണ്, അത് കാരണം നമുക്ക് ക്ലീൻ ചെയ്യാൻ സുഖമാണ്. അത് ജോനോട് പറഞ്ഞാൽ മനസ്സിലായില്ല, കാരണം ജോ ക്ലീൻ ചെയ്യാറില്ലേ. അപ്പോൾ ആ ചായ നമ്മൾ ഇവിടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ചായ നമ്മൾ ആദ്യം കുഞ്ഞിനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. നമുക്ക് കുടിക്കും. പല്ലേച്ചിട്ടില്ലേ? കുഴപ്പമില്ല, പല്ലേച്ച് വേറെ കുറച്ചുകൂടെ നല്ല ഫ്ലേവേഴ്സ് വരും. പക്ഷെ ആ ഭാഗം തുടച്ചത് തന്നെ കുടിക്കാനാണ്. ഇത് സാധാ ചായ, പക്ഷെ മധുരം കുറവാണ്. എന്ത് ചെയ്തു? ആ പഞ്ചസാര വെറുതെ കുരുക്കി കളഞ്ഞു. നിനക്കെന്താ പറയുക? നീ കുടിച്ചോക്കി, കുടിച്ചോക്ക്. വല്ലൊരു വ്യത്യാസം ഉണ്ടായില്ലേ? വെറുതെ പണി കൂട്ടിയതല്ലാണ്ട്. നീ ആൾക്കാരെ പറ്റിക്കുന്ന ടെക്നിക് കൊണ്ട് വന്നാണോ വിനു? അതെ, മധുരമില്ലാത്ത കാരണം. മധുരം ഇട്ടിട്ടൊരു വ്യത്യാസമില്ല. വ്യത്യാസം വരാത്തത് എന്താ? ഞാൻ ടേസ്റ്റ് ചെയ്തോട്ടെ, എന്തായാലും സംഭവിച്ച് നോക്കണം. നോക്കണല്ലേ? നോക്കണം നോക്കണം. ഓക്കെ. നിനക്ക് തോന്നില്ലല്ലോ. അങ്ങനെ നമ്മുടെ ഇന്റർവ്യൂസിന്റെ പ്രിപ്പറേഷൻസ് കഴിഞ്ഞു. ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്. പൂജാപ്പിയും കഴിക്കാൻ പോവാണ്. പൂജാപ്പി ഞാൻ ഒരുമിച്ച് ഇറങ്ങാൻ പോണേ നോക്കണ്ട. നീ ഊബറിലല്ലേ പോണേ? ഞങ്ങൾ രണ്ടുപേരും രണ്ട് വഴിക്ക്. ഈ എവിടേക്കാ പോണേ? അബാദ്. അപ്പൊ ഫുഡ് കഴിച്ചിട്ട് വേഗം റെഡി ആയിട്ട് ഞങ്ങൾ ഇറങ്ങാൻ നോക്കട്ടെ. ഒരു പണി എടുക്കാണ്ട് രാവിലെ റൂമിനകത്ത് കയറി ഇങ്ങനെ ഇരുന്ന് കറക്റ്റ് ഫുഡിന്റെ സമയത്ത് വരുന്നത് ജോ പറയടാ. ഇവിടുത്തെ ഫുഡ് ഉണ്ടാക്കിയത് മെയ്ഡാണ്. ഒരു പണിയില്ലാണ്ട് കുറച്ചു നേരം മുന്നേ വന്നാണ് ഇവള്. എന്താ ഇവിടുത്തെ ഫുഡ് ഉണ്ടാക്കിയത്? ആരാണ്? വിനു ആണോ? പൂജയാണോ ഫുഡ് ഉണ്ടാക്കിയത്? ഞാൻ കഴിച്ച ഉടനെ കണ്ടുപിടിക്കുന്നതായിരിക്കും. ഉറക്കം മതിയാവുന്ന ഇന്നലെ ചേട്ടനെ ഹെൽപ്പ് ചെയ്യാൻ പോയായിരുന്നു. മറ്റേ പൂജയ്ക്ക് വേണ്ടിട്ട്. പൂജല്ല, ബലിയുടെ ബലി കർക്കിടക ഒക്കെ ആയിരുന്നില്ലേ? ബ്രാഹ്മൺ ഫാമിലി. സോ അങ്ങനത്തെ കുറച്ച് പരിപാടി ഉണ്ട് കുലത്തൊഴിലിന്റെ ഭാഗങ്ങളായിട്ട്. ഞാൻ ഹെൽപ്പ് ചെയ്യാൻ പോയതാ. ആക്ച്വലി ഐ എം an atheist and but no disrespect to them because I try to be agnostic. So morning Sammy. എനിക്ക് ഫാമിലിനെ കൂട്ടിലിടാൻ താല്പര്യമൊന്നുമില്ല. ആക്ച്വലി ഫാമിലി കൂട്ടമായിരുന്നില്ല ഇത്ര 2 വർഷം. ഇപ്പോഴാണ് ഞങ്ങൾ രാത്രി കൂട്ടിലിടണത്. കാരണം എന്താ വെച്ചാൽ ഫാമിലിക്ക് യൂറിനറി ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 3 വട്ടം ട്യൂബൊക്കെ ഇട്ടു ഫാമിലിക്ക്. ഈ ബ്ലോക്ക് കാരണം അവിടെ ഇവിടെയൊക്കെ മൂത്രമൊക്കെ, ബെഡിലും മുക്കിലും മുകളിലൊക്കെ മൂത്രമൊക്കെ ആയിരുന്നു ഫാമിലി. അത് കാരണം ഞങ്ങൾ രാത്രിയും പിന്നെ കുറച്ച് നേരമൊക്കെ കൂട്ടിലിടും. ആക്ച്വലി എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ കൂട്ടിലിടാൻ. ആക്ച്വലി പക്ഷെ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. ഐ എം സോറി സാമി. എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പ്രത്യേകിച്ച് മെയിൽ കാറ്റ്സ് നമുക്ക് അറിയണ്ടായിരുന്നില്ല ഈ യൂറിനറി ബ്ലോക്കൊക്കെ വരാൻ കാരണം എന്താ വെച്ചാൽ ഡ്രൈ ഫുഡ് കൊടുത്തിട്ടാണ്. ഡ്രൈ ഫുഡ് കൊടുത്ത്
അതിൻ്റെ പാർട്ടിക്കിൾസ് ഇങ്ങനെ വന്ന് അടിയും. സോ അങ്ങനെയാണ് ബ്ലോക്ക് ഉണ്ടാവണം ആക്ച്വലി. ഭയങ്കര ഇഷ്യൂസ് ആയിരുന്നു, ഭയങ്കര ക്രിട്ടിക്കലായിരുന്നു സാമിക്ക്. 3 വട്ടമാണ് ട്യൂബ് ഇട്ടിട്ട് സാമി എന്നത് വലിച്ചു പോയിരുന്നു. അപ്പോൾ അത്ര കെയർഫുള്ളായിട്ട് നമ്മൾ നോക്കണം ട്യൂബ് ഇട്ട് കഴിഞ്ഞാൽ. 3ാമത്തെ വട്ടം ട്യൂബ് ഇട്ടപ്പോഴാണ് നമ്മൾ കൂട്ടിലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നോക്കിയായിരുന്നത്. അല്ലാത്ത ടൈമിൽ സാമി എന്നെ ദൂരും നക്കിയിട്ട് അത് ഊരും ട്യൂബ്. നിങ്ങൾ കാറ്റ്സിന് ഡ്രൈ ഫുഡ് ഒഴിവാക്കാം മാക്സിമം. അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ഡ്രൈ ഫുഡ് തന്നെ കൊടുക്കണം, പക്ഷേ എപ്പോഴും ഡ്രൈ ഫുഡിൽ വെള്ളം ഒഴിച്ചിട്ടാണ് ഇപ്പോൾ കൊടുക്കാറ്. അതുകൊണ്ട് ഫാമിലിക്ക് ഇപ്പോൾ വെള്ളം ഒഴിക്കാണ്ട് ഡ്രൈ ഫുഡ് കഴിക്കാൻ പറ്റാണ്ടായി. സോ ഇറ്റ്സ് ഗുഡ് തിങ്. അതുകൊണ്ട് കുറേ മൂത്രമൊഴിക്കുന്നതാണ്. ഫാമിലി ഇതിൽ തന്നെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം കൊണ്ടോ കുറേ മൂത്രം ഒഴിക്കും ഇപ്പോൾ ഫാമിലിക്ക് കാരണം. സോ ഫാമിലി ഈസ് റിക്കവറിങ് ആക്ച്വലി. സോ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൂട്ടിലിടാറ്. പക്ഷേ കുറച്ച് നേരം ഫാമിലി ചുന്തരി ഭാഗമായിട്ട് നമ്മൾ പുറത്ത് ഇറക്കി നമ്മൾ ഇരിക്കുമല്ലോ സാമി. നമുക്ക് ചെറിയ ചെറിയ പോസിറ്റിവിറ്റിയിൽ നിന്ന് മാക്സിമം എനർജി എടുത്തുകൊണ്ട് ഡേ സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് സ്റ്റാർട്ട് ബ്രഷിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ചായ എങ്ങനെ ഉണ്ടായിരുന്നു അഖിൽ? തണുത്ത ചായ. തണുത്ത ചായ അത് ചൂടാക്കാവുന്നുണ്ടായിരുന്നുള്ളൂ, അത് ചെയ്തില്ല മടി. അതല്ലാണ്ട് ചായയിൽ എന്തേലും പ്രത്യേകത തോന്നിയോ? കുഴപ്പമില്ലാത്തൊരു ചായ. ഓക്കെ, മറ്റേത് ഞാൻ നോണ പറയണത് ശരിക്കും പിള്ളേച്ചൻ. കുഴപ്പമില്ല, അത്ര വലിയ പഞ്ചസാര പാത്രത്തിൽ ആദ്യം ഉരുക്കിയിട്ട് സാധാ ചായ ഉണ്ടാക്കിയാൽ മതി. അതല്ലേ ഞാൻ പറഞ്ഞേ. അല്ല അഖിലങ്ങനത്തെ അങ്ങനെയല്ല, അഖിലുണ്ടാക്കണത് കടച്ചായാണല്ലോ, മട്ടച്ചായ. എല്ലാ അറിവുണ്ടെന്ന് ധരിക്കുന്ന അറിവാളി പോലെയാണ് അഖിൽ. അതെ അതെ, ഇപ്പൊ അത് പറഞ്ഞാൽ മതി. ഇല്ല, ഞാൻ വീട്ടിൽ പോയി. ഇപ്പൊ 2 ദിവസം മുന്നേ വന്നോളൂ. ഒരു പണിയില്ലാണ്ട് ഇരിക്കുന്ന കുഞ്ഞു വെറുതെ ആൾക്കാരടുത്ത് പണിയുണ്ടോ വർക്കിന് പോവാൻ പോണു. എവിടെ നമ്മുടെ വർക്ക് എവിടെ? കണ്ട, ഞാൻ പറഞ്ഞില്ലേ വർക്ക് ചോദിക്കാൻ വേണ്ടി. ഇവിടെ പിന്നെ ഒന്നും ഇല്ലാത്തോണ്ട് ഉപ്പാവ് തീർന്നു. ഒന്ന് ഉറക്കെ പറഞ്ഞ കുറച്ചുകൂടെ കേൾക്കായിരുന്നു, അല്ലെങ്കിൽ ഓഡിയൻസിന്റെ വിഷമം മനസ്സിലാവില്ല. ഡെയിലി എഡിറ്റ് ചെയ്യണം. ഓക്കെ, ഇൻസ്റ്റാഗ്രാമിൽ റീൽ പോണ്ടേ, അത് എഡിറ്റ് ചെയ്യണം. പിന്നെ ഇപ്പൊ എന്താ ചെയ്യണേ? ഫുഡ് കഴിക്കണം കഴിഞ്ഞൂലോ, പിന്നെന്താ? നീ എന്താ ഇരിക്കണ? ഞാൻ വെറുതെ ഇരിക്കുന്ന ആളാണ്, അതെനിക്ക് അഡ്മിറ്റ് ചെയ്യണതിന് ഒരു പ്രശ്നമില്ല. നീയല്ലേ പറഞ്ഞ വെറുതെ ഇരിക്കുകയാണെന്ന് പറഞ്ഞ എന്തോ കുറ്റം പോലെ. ഗൈസ്, ഇതിന് പ്രൂഫ് തന്നെ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. പറഞ്ഞു അപ്പൊ നീ അത് ഭയങ്കര ഇതാക്കി എടുത്തു. ഞാൻ സത്യല്ലേ പറഞ്ഞേ, സത്യമായതുകൊണ്ട്. അതെ, എന്താന്ന് വെറുതെ ഇരിക്കണോ? അതെ, നെഞ്ചും നെഞ്ചിൽ അനുരാഗ കോപ്പിറൈറ്റ്. ഓക്കെ ബൈ, ഞാൻ ഇറങ്ങാൻ പോവാണ്. ബൈ പൂജാപ്പി അഖിൽ, ബൈ. ഞാൻ കുറച്ചിനെ ഇറങ്ങും. നീ പോലല്ലോ, നീ പോലല്ലോ, വേഗം പോ. ബൈ. ഓക്കെ, ഞാൻ പോവാണ്. ഞാനിനി അങ്കമാലിയിലാണ് ഷൂട്ട്, ഹോം ടൂറാണ്. പക്ഷേ വേഗം കഴിയുമെന്ന് തോന്നുന്നു. എന്തായാലും ഒരു 6 മണിയാകും. അപ്പോൾ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, ബൈ ഗൈസ്. ഇത് എന്ത് ഷോർട്ട് കഴിഞ്ഞിട്ട് പറയാം, അല്ലെങ്കിൽ പുറത്തേക്ക് ആക്കില്ലേ? ഹലോ ബൈ. അപ്പോൾ അഖിൽ എന്നെ കൊണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് അടുത്ത ഒരു സത്യം. കാത്ത് സൈഡിലെ കാത്ത്, റൈറ്റിലെ കാത്ത്.
ഇന്റർവ്യൂ Today's interview is about a home tour that we are doing with Nita Home, and I don't know what else is going on. Okay. So, my Uber driver is waiting there, and Uber ka back la arundallo padalle Uber. അതല്ല ഊബർ Pinna Uber. വേറെ ഊബർ Okay. Bye bye. ബൈ ടിക്കറ്റ് Duh. See ya. സോ ഞാൻ അങ്ങനെ ഫിലിം പ്രൊമോഷൻ അവിടെ എത്തിയിരിക്കുകയാണ്. കുറച്ച് ആത്മാർത്ഥത കൂടിപ്പോയി. കാരണം 2 മണിക്ക് എത്താൻ പറഞ്ഞപ്പോൾ ഞാൻ കറക്റ്റ് 2 മണിക്ക് തന്നെ എത്തി. അപ്പോഴാണ് അവരെൻ്റെ അടുത്ത് ഇപ്പോൾ പറയുന്നത് 3 മണിക്ക് ശേഷം ഇറങ്ങിയാൽ മതി കേട്ടോ എന്നുള്ളത്. അപ്പോൾ 1 മണിക്കൂർ പോസ്റ്റ്, അല്ലെങ്കിൽ മൂവി പ്രൊമോഷൻ പോസ്റ്റ് പരിപാടിയാണ്. അപ്പോൾ 1 മണിക്കൂറും കൂടിയും ആ പോസ്റ്റ് പരിപാടിക്ക് ആഡായി. പിന്നെ ആരാ ഗസ്റ്റ് എൻ്റെ ഇൻ്റർവ്യൂവിൽ ഇരിക്കാൻ പോകണമെന്ന് എനിക്കറിയില്ല. എനിക്കൊരു 10 പേരുടെ പേര് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആരെയാണ് നമുക്ക് ഇൻ്റർവ്യൂ ചെയ്യാൻ കിട്ടുക ഒന്നും അറിയില്ല. എനിക്ക് തോന്നുന്നു പൂജാപ്പി ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടാവും എന്നുള്ളത്. എന്തായാലും വേഗം ഇൻ്റർവ്യൂ നടക്കട്ടെ. ഇപ്പോൾ മൂവിയുടെ പേര് വാഴ എന്നാണ്. അതേപോലെ തന്നെ ആവുകയാണോ എൻ്റെ ഇൻ്റർവ്യൂ വാഴ യൂസ്ലെസ് ഇടുന്നു. ഹായ് ഗായ്സ്, അപ്പോൾ ഞങ്ങളുടെ ഷൂട്ട് കഴിഞ്ഞു. യൂസ് കൊടുക്കരുത്. എനിക്ക് $2 കിട്ടി മോനെ. ഞാൻ കുറച്ച് നേരം ഉറങ്ങി. പിന്നെ എഡിറ്റിലായിരുന്നു. നമുക്കൊരു ഇൻസ്റ്റയുടെ റീൽ എഡിറ്റ് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ പണിയിലായിരുന്നു. പിന്നെ അവിടെ നിന്ന് അടിച്ചായി. പൂജാപ്പിയും കുഞ്ഞു വർക്കിന് പോയിക്കാണ്. 2 പേർക്ക് ഇന്ന് ഇൻ്റർവ്യൂ ഉണ്ട്. ഞാൻ പൂജാപ്പിയുടെ ഇപ്പോൾ കഴിഞ്ഞു ഏകദേശം ഇറങ്ങാറായതാണ് പറഞ്ഞത്. കുഞ്ഞുണ്ട് അറിയില്ല അവരെന്താ ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഇവിടെ എല്ലാവരും ഉണ്ട്. ഓരോഴികെ ജോ, വിനു, വൈശാഖ കൂടെ ഉണ്ട്. സൺഡേ അല്ലേ, വേറെ പരിപാടിയൊന്നും ഇറങ്ങും. യൂബർ എക്സൽ കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ 2 യൂബറിലാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കണേ. അപ്പോൾ അനന്തു അവരൊക്കെ ആ യൂബറിൽ, ഇവിടെ ശ്രീലാലുണ്ട്. ശ്രീലാല് മൈൻഡ് ചെയ്യില്ല. അപ്പോൾ അവരെ വെട്ടിച്ച് ഞങ്ങൾ മുന്നോട്ട്. ഞങ്ങളുടെ ഡ്രൈവർ ചേട്ടൻ ജിബിൻ അല്ല ചേട്ടാ. അപ്പോൾ ഞാൻ എന്താ പറയുക, നമ്മുടെ ഇന്റർവ്യൂവിൽ കയറാൻ പോവാണ്. ഇതാണ് ഐശ്വര്യ, നമ്മുടെ സ്വന്തം കൂട്ടുകാരി. അപ്പൊ ഞങ്ങൾക്ക് ബാത്റൂമിൽ വന്നു എപ്പോഴും സെൽഫി അതെ ബാത്റൂമിൽ കയറണം. ഇതിലൊരു സെൽഫി നിർബന്ധം. ഓക്കെ, അപ്പൊ അവര് ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് ഗസ്റ്റ് ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ പോട്ടെ. ഞാനിപ്പോൾ പൂജാപ്പിനെ പിക്ക് ചെയ്യാൻ പോവാണ്. പറഞ്ഞത് 2 ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ കളമശ്ശേരി പോയിട്ട് പൂജാപ്പിനെ പിക്ക് ചെയ്തിട്ട് വരാം. ഓക്കെ ഗൈസ്, നമ്മൾ കളമശ്ശേരി എത്തി. പൂജാപ്പി പുളിഞ്ചോട് എത്തിയിട്ടുള്ളൂ. വെയിറ്റിംഗ് ഫോർ ഹർ. പൂജാപ്പി എത്തിയിരിക്കുകയാണ്. ഒക്കെ അടിപൊളിയായിരുന്നു. നല്ല സംഭവങ്ങളൊക്കെ തന്നു ഞങ്ങക്ക്. എന്താന്ന് ഞാൻ പറയില്ല. എന്തേ പോവാം. ബീഫ് അടിക്കാൻ വേണ്ടോ? സോ ഗൈസ്, നമ്മുടെ ഷൂട്ട് അങ്ങനെ ഫൈനലി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ സമയം 7:30 ടയേർഡായി. പിന്നെ ലാസ്റ്റ് ഇന്റർവ്യൂ ഞാൻ നോബിച്ചേട്ടനും നസീറൊക്കെ ഒക്കെ ഉള്ള കാരണം ചിരിച്ച് എനിക്ക് തലൊക്കെ വേദനിച്ചു തുടങ്ങി. ഇനി ഒന്ന് വീട്ടിൽ പോയിട്ട് സമാധാനമായിട്ടൊന്ന് കിടക്കണമെന്നുണ്ട്. ഇനി നമ്മളിപ്പോ ലിഫ്റ്റ് കയറി. നമ്മുടെ ഊബർ ചേട്ടൻ താഴെ വെയിറ്റിംഗ് ആണ്. പൾപ്പ് ഫിക്ഷൻ കണ്ടവർക്കറിയാം ഫുഡ് മസാജിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്. നമ്മൾ ഇന്ന് കുക്ക് ചെയ്യുന്നത്. വിനു വന്ന ഉള്ള ഒരു ഗുണം നമുക്ക് നല്ല ഫുഡ് കിട്ടുന്നതാണ്. വിനു വന്നു, ബീഫാണ് വാങ്ങാൻ നോക്കിയത്. അപ്പൊ കാക്കനാട് വെട്ടിയിട്ടില്ലെന്നാ പറയുന്നത്. എന്താ അതിന് വെട്ടിയില്ല. നമ്മള് രാത്രി ഇപ്പൊ വാങ്ങാൻ പോയത് ബീഫ് ഓക്കെ കിട്ടിയില്ല. നമ്മള് കിട്ടിയത് എന്താ ചിക്കൻ. ഓക്കെ, ചിക്കൻ നമ്മള് കാക്കനാട് മാർക്കറ്റിൽ പോയിട്ടാണ് വാങ്ങിയത്. കുറച്ച് പോയാണിത്. എന്തായാലും സാധനം കിട്ടി. സാധനം കിട്ടി. ഇപ്പൊ നമ്മളിന്ന് ചിക്കൻ കിഴങ്ങ് കറിയാണ് ഉണ്ടാക്കാൻ പോകണം. ഓക്കെ, കിഴങ്ങ് കണ്ടു. ഇവിടെ ചിക്കൻ ഉണ്ട്. ഇത് ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത്. ഇതിൽ മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, തൈര് വെച്ചിട്ട് ഇങ്ങനെ ആക്കി വെക്കരുത്. ഇതിന്റെ ആവശ്യമൊന്നും ഇല്ല. പണ്ടേ ആൾക്കാർ ചെയ്ത് വരുന്ന ഒരു പരിപാടിയാണ്. ഇതിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞ പിന്നെ ഇങ്ങനെ ടേസ്റ്റ് ഉണ്ടാവും. ടേസ്റ്റ് ഇത് അപ്പം ചേർത്താലും ടേസ്റ്റ് ഉണ്ടാവും. ഇതെല്ലാരും പറഞ്ഞത് കുറച്ചു നേരം മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടുന്ന പറയുന്നത്. എനിക്കറിയില്ല, കുറച്ച് സത്യം ഉണ്ടാവും. ഇതിങ്ങനെ മെല്ലെ മെല്ലെ അതിലിങ്ങനെ എങ്ങനെ ഇറങ്ങുക, പച്ചയുടെ ഉള്ളിലേക്ക് എങ്ങനെ ഇറങ്ങും ഗൈസ്?
ഇതിന്റെ ഉള്ളിലേക്ക് എങ്ങനെ ഇറങ്ങി പോയി ചിക്കന്റെ ഉള്ളിലേക്ക് മുളകൊക്കെ ഇത് പച്ചയാണ്. ഇത് വേവുമ്പോഴാണ് ഇത് ഇങ്ങനെ വികസിപ്പിക്കുമ്പോഴാണ് ഇതിന്റെ ഉള്ളിലേക്ക് മസാലകൾ ഇറങ്ങുക. ഇത് പച്ചയിൽ ഇറങ്ങില്ല ചേട്ടന്. എന്തോന്ന് എനിക്കറിയില്ല കേട്ടാ. ഞാൻ ചെയ്യുന്ന കാരണം നമ്മൾ ചെയ്തു മാത്രം. അത് വളരെ ന്യായമായൊരു ഡൗട്ടാണ് അത്. എടി ഞാൻ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യണ മുന്നുണ്ടല്ലോ ഇങ്ങനെ ഇരുന്നിട്ട് വെറുതെ നോബിലായിട്ട് സംസാരിക്കാൻ പറ്റും. അപ്പൊ ജോമോൻ എന്നെ ഇങ്ങനെ കുറെ നേരം ഇങ്ങനെ നോക്കി. ഞാൻ പൂജയുടെ വോയിസ് അല്ലായിരുന്നു. അപ്പൊ ഞാൻ പൂജയുടെ സിസ്റ്ററാണ്. പൂജയുടെ സിസ്റ്റർ ആണോ ചോദിച്ചപ്പോ അതെ. അപ്പുറത്തെ ബാക്കിൽ സിയ പൂജയുടെ സിസ്റ്ററാ. അപ്പോൾ അപ്പൊ മറ്റവൻ സാഫിന്റെ അനിയൻ പൂജയുടെ സിസ്റ്ററാ. അതുകൊണ്ട് നിങ്ങക്ക് അറിയോ? 2 ദിവസം മുന്നേ ഞാൻ ഇന്റർവ്യൂ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അതല്ലേ അപ്പൊ ജമ്മു കറക്റ്റ് അതേ വോയിസ് നോക്കി പറഞ്ഞപ്പോ കൊറേ കഴിഞ്ഞപ്പോ ശ്രുതി എന്നല്ലായിരുന്നു ചോദിച്ചു. ഓ ഇവള് പൂജയുടെ സിസ്റ്ററാ, അതേ വോയിസ് അല്ലേ ഇവൾക്ക്. അപ്പൊ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ലോബി എന്തേലും പറഞ്ഞ നോബി ചളി അടിച്ച് തലവേദന എടുത്തു ഇന്റർവ്യൂ കഴിഞ്ഞിട്ടോ. അമ്മ ചളി ഇനി എനിക്കും ചളിയായിരുന്നല്ലോ. ഞാൻ സ്ഥലം പറഞ്ഞു ചളി നിർത്തുമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. ആക്ച്വലി നല്ല ടയേർഡാണ്. കുളിച്ചിട്ടൊന്ന് കിടക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എൻ്റെ റൂമിൻ്റെ കോലം നിങ്ങളൊന്ന് നോക്കണം. ചപ്പ് ചവറായിട്ട് കിടക്കുന്നുണ്ട്. നാളെയാണെങ്കിൽ അമ്മ വരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും വൃത്തിയാക്കണം. അപ്പോൾ ഞാനിപ്പോൾ വൃത്തിയാക്കാൻ പോവാ. ഈ തുണിയൊക്കെ മടക്കി വെച്ച് ഇതൊക്കെ ഒതുക്കി ബെഡ്ഷീറ്റൊക്കെ വെച്ച് അടിച്ച് വാരിയിട്ട് വേണം എനിക്ക് കുളിക്കാൻ. എന്നിട്ട് എനിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ ഗൈസ്. സോ പണി ചെയ്യട്ടെ. ബൈ ദ വൈ അവിടെ ഭയങ്കര കുക്കിങ്ങും വൈശാഖും ഭയങ്കര കുക്കിങ്ങിലാണല്ലോ ചിക്കൻ കറി വെക്കണേൻ്റെ. Let's see what's gonna happen. So this is what I told you. നമ്മുടെ വിനു വന്നാൽ അടിപൊളിയാണ് എന്ന്. ചിക്കൻ കറി വിനു സ്പെഷ്യൽ. നമ്മൾക്ക് ചിക്കൻ കറി, ചോറ്, നല്ല മണം വരുന്നുണ്ട്. നല്ല സ്മെല്ല്. കിച്ചൺ ക്ലീനിങ്ങിലാണ്. ഒരാള് റൂം ക്ലീനിങ്ങിലാണ്. നമ്മുടെ നല്ലവനായ വിനു ഇത് കഴിഞ്ഞ് എനിക്ക് തലയിൽ എണ്ണിട്ട് മസാജ് ചെയ്താൽ വന്നിട്ടുണ്ട്. എല്ലാം വിനു വീട്ടിൽ പോയിട്ട് നല്ലവനായ വിനു. ഓക്കെ ഗൈസ്, വി ആർ വെയിറ്റിംഗ് ടു ഈറ്റ് ചിക്കൻ കറി. എന്താണ് ചിക്കൻ കറിയുടെ റെസിപ്പി? സ്നേഹം. അത് രാവിലെ കാരമൽ ഉരുക്കി വെച്ച പോലത്തെ റെസിപ്പിയാണ്. അയ്യോ ഡിസാസ്റ്റർ. സാമി മണ്ണെടുത്തിട്ട് വന്നാണ്. സാമി മണ്ണെടുത്ത് വന്നിട്ടാണ് ഷാമി. വീട്ടിലെ അമ്മ വന്ന പോലെയാണ് നമ്മുടെ വിനു. വിനു ഇതാ കുഞ്ഞിന് മസാജ് ചെയ്ത് കൊടുക്കണു. സൈഡിൽ വൈശാഖ്, ഇവിടെ അഖിൽ ആൻഡ് അവിടെ മാസ്റ്റർ ഷെഫ്. എന്താണ് കുഞ്ഞു എണ്ണ തേച്ച് കുളിക്കാനുള്ള ഒരു പ്രോത്സാഹനം, പ്രചോദനം എന്താണ് കുഞ്ഞു ഇന്ന്? അപ്പൊ അങ്ങനെ വരണ്ട് ഉണങ്ങുമ്പോ മാത്രമാണ് കുഞ്ഞു കുളിക്കാറ് അല്ലേ? ഈ മഴ പെയ്യുമ്പോഴെങ്കിലും കുറച്ച് മുറ്റത്ത് ഇറങ്ങി നിൽക്കാൻ പറ്റുമോ? എല്ലാ ദിവസവും കുളിക്കാറുണ്ട്. തല നനയ്ക്കാറുണ്ടോ ഇല്ലയോ എന്നല്ല, മേല് കഴുകാറുണ്ട്. നീ അതുപോലും കഴുകാറില്ല. ഉണ്ടാ അഖിൽ പറയേ? ആ, കുഞ്ഞു അടുത്തു കൂടെ പോകുമ്പോ ഞങ്ങള് സ്പ്രേ അടിക്കും. കാരണം ഞങ്ങൾക്ക് മണം സഹിക്കാൻ വയ്യ. ആ, അത്രയ്ക്കൊക്കെ ഉണ്ട്. നിനക്കറിയണ്ട, ഞങ്ങളിതൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളൂ. കണ്ട ഇപ്പൊ മറ്റേ വിനുവിന്റെ കയ്യിൽ നിന്ന് കുറച്ച് ചളി ചുരണ്ടി എടുക്കാണ്ട്. അങ്ങനെ വിനുവിൻ്റെ നല്ലൊരു ഓയിൽ മസാജിന് ശേഷം നമ്മൾ സുഖമായിട്ട് കുളിച്ചിരിക്കുകയാണ്. നല്ല വിശപ്പുണ്ട്. ഞാൻ രാവിലെ ആ ഉപ്മാവ് കഴിച്ച് പോയത്, പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പം ഇനി വിനുവും വൈശാഖും കൂടി ഉണ്ടാക്കിയ ചിക്കൻ കറി എവിടം വരെ നമുക്ക് നോക്കാം ഗൈസ്. വരും. അയ്യോ Guys, this is our dinner. Relationship advice. Relationships. That's the best relationship advice I can give you. You who has not been in a good relationship so far, what is your take on relationship? ഞാൻ സത്യം പറഞ്ഞാൽ 20 years of റിലേഷൻഷിപ്പ് ആവത്താണ്. ഞാൻ കറക്റ്റ് റിലേഷൻഷിപ്പ് അതുകൊണ്ട് 21 തന്നെ ഞാൻ ബ്രേക്കപ്പ് പോവുകയും ചെയ്തു. പക്ഷെ ജീവിതം My take on relationship is like relationship should have commitment. Friendship, like me and family. I have the best Family relationship.
Relationship should be anything. The best relationship in the world is Pooja and Akhil. Ow, ow. ഇതാണ് അവര് പറയാൻ ഉദ്ദേശിക്കണേ, വേറെ ഒന്നുമല്ല. She just spit on me. Me too. No relationship good to take this shit. അപ്പൊ പറഞ്ഞെന്താ വെച്ചാ റിലേഷൻഷിപ്പ് ബാക്ക് ടു ഹോം. നമ്മളെ വീട്ടിലെ അമ്മയോടും അച്ഛനോടും തല്ലു ഭയങ്കര അലമ്പുണ്ടാക്കും. നമ്മുടെ വീട്ടിൽ പോയിട്ടാണ് ചോറുണ്ടാവും അല്ലെ, അമ്മ അലമ്പി തറ ചോറിനെ നമ്മൾ ഉണ്ണും. Back to home concept. That is what I'm talking about. A relationship should be like home. No matter whatever you fight you have, നിങ്ങളെങ്ങനെയാണ് ഈ ഫൈറ്റ് ചെയ്തത്, പക്ഷെ ബാക്ക് ടു എന്നുള്ള സംഭവം ഉണ്ടായിരിക്കണം. അതില്ലെങ്കിൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന സംഭവം നിങ്ങളുടെ ലൈഫിൽ വർക്കൗട്ട് ആവില്ല. ഇറ്റ് ഷുഡ് ബി ബാലൻസ് ഇൻ. കുറച്ചുകൂടി വായ ഉള്ളു കൊണ്ട് തിരിക്കുന്നത്, ക്യാമറയിൽ വായ മാത്രമേ കാണുള്ളൂ.